ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഒരു കാര്യം തുടക്കത്തിൽ തന്നെ പറയാം. ഞാൻ ദീപ്തി ടീച്ചറിനെ വിളിച്ചിരുന്നു, നേരിട്ട് സംസാരിച്ചതിൻ്റെ കാര്യങ്ങൾ വിശദമായിട്ട് കുറേയധികം കമൻറ്റ് ബോക്സിൽ ഇന്നലെ ഒരുപാട് പേർക്ക് കുറേയധികം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഞാൻ ആ ക്വസ്റ്റ്യൻസിന് കുറച്ചൊക്കെ ആർഗ്യുമെൻറ്റ്സ് ലെവലുള്ള കാര്യങ്ങളാണ്. ഒരു സ്ത്രീ ഇങ്ങനെ പബ്ലിക്കിലിട്ട് ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നത് കണ്ടപ്പോൾ ഒരു വിഷമം തോന്നി. അതുകൊണ്ട് ഞാൻ അവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യുമെൻറ്റ്സ് ഒക്കെ നടന്നു. ആദ്യം നിങ്ങളടുത്തൊരു ക്വസ്റ്റ്യൻ, ഈ പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ പറഞ്ഞ അവരുടെ മുൻ ഭർത്താവിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, അല്ലെങ്കിൽ ഇവരുടെ മുൻ ഭർത്താവ് എന്നുള്ള വ്യക്തിക്ക് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എന്നോട്, ഇപ്പം ഞാൻ ജഡ്ജിയല്ല, കോടതിയല്ല, ഒന്നുമല്ല, നിങ്ങൾക്കിപ്പം പലരും ചോദിക്കും ചോദ്യം മറ്റേ സൈഡ്, അതർ സൈഡിനെ കുറിച്ചാണ്. അതർ സൈഡിനെ കുറിച്ച് എനിക്കറിയത്തില്ല. അറിയുന്നവരുണ്ടെങ്കിൽ നേരിട്ട് പ്രൂഫ് നിങ്ങൾ ഈ പറയുക. അതല്ലെങ്കിൽ ആ വ്യക്തി തന്നെ നേരിട്ട് അല്ലെങ്കിൽ എന്നെ ഇൻബോക്സിൽ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ കോൺടാക്ട് ചെയ്യുക, സംസാരിക്കാം. ഓക്കെ. ഇനി ദീപ്തി ടീച്ചറിനോട് സംസാരിച്ചു. ഏതാണ്ട് ഞാൻ കാണിച്ചു തരാം എത്ര മിനിറ്റ് സംസാരിച്ചെന്ന്. വെറുതെ ചുമ്മാ തള്ളു മറിക്കുന്നതാണെന്ന് വിചാരിക്കാതിരിക്കാനാണ് ചിലർ, എല്ലാവരെക്കുറിച്ചല്ല. 18 മിനിറ്റോളം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. 18 മിനിറ്റ്. ആ 18 മിനിറ്റ് സംസാരിച്ചതിൻ്റെ അകത്ത് നിന്ന് വ്യക്തമായും സ്പഷ്ടമായിട്ടും എനിക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ, എൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിച്ച ചോദ്യങ്ങൾ, പലരും ചോദിച്ച ചോദ്യങ്ങൾ, ഡയറക്റ്റായിട്ടുള്ള എൻ്റെ കുറേ ഡൗട്ട്സ്, ഇതെല്ലാം ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷവും ഇപ്പം അവരിതുവരെ ചെയ്യാതിരുന്നൊരു കാര്യമുണ്ട്. അതായത് അവർക്കെതിരെ അപവാദ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നവർക്കെതിരെ ഇതുവരെ ലീഗലായിട്ടൊരു ആക്ഷൻ എടുത്തിട്ടില്ല. ഓക്കെ. അപ്പം ഞാനൊരു കാര്യം ഇപ്പോൾ ഉറപ്പിച്ച് തന്നെ പറയാം. എന്തായിരുന്നാലും നിങ്ങൾക്കെല്ലാം പണി വരുന്നുണ്ട്. അതാരൊക്കെയാണ്, എന്തൊക്കെയാണ് അവരെക്കുറിച്ച് അനാവശ്യം പറഞ്ഞത്, ഇല്ലാ കഥകൾ മെനഞ്ഞത്, ആ അനാവശ്യം പറഞ്ഞ് പ്രചരിപ്പിച്ചവർക്ക് ആ ഒരു കാര്യത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഞാനല്ല പറയേണ്ടത്, അത് അവരാ പറയേണ്ടത്. അത് അവർ പറഞ്ഞറിയുമ്പോൾ നിങ്ങൾ അറിഞ്ഞാൽ മതി. അതിൽ കൂടുതലൊന്നും പറയാനില്ല. കുറേയധികം ആൾക്കാരുടെ കുറേയധികം കമൻസിനുള്ള സംശയം ഞാൻ ആദ്യം ദീപ്തി ടീച്ചറിനോട് സംസാരിച്ച പ്രധാനപ്പെട്ട ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാം. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പം എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ഭർത്താവ് എന്ന് പറഞ്ഞ മുൻ ഭർത്താവ് എന്നുള്ള ഒരു വ്യക്തി വീണ്ടും വിളിക്കുന്നതിന് സോഷ്യൽ മീഡിയയിൽ കൂടെ ഇങ്ങനെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്, അതോ ഇത് വെറുതെ ചുമ്മാ ഇല്ലാക്കഥ പറഞ്ഞ് ഉണ്ടാക്കി അതിലൂടെ റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണോ? കുറേയധികം കമൻസ് അങ്ങനെ ആയിരുന്നു. ഞാൻ അങ്ങനെ ചോദിച്ചു. അവരതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞു. ആ വ്യക്തി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി വിളിക്കുന്ന ഒരു കാര്യം തന്നെ മറ്റൊരു കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇവരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നത് തന്നെ ഇവരെക്കുറിച്ച് വീണ്ടും, അഥവാ ഈ മുൻ ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഇപ്പോഴും ഇവരോട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യം അയാളുടെ ഭാര്യ അവരെ ഈ പുരുഷനും ഈ മുൻ ഭർത്താവ് എന്നുള്ള ആ വ്യക്തിയെ വിളിച്ച് ശല്യം ചെയ്യുകയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഒരു ആവശ്യമില്ലാതെ അനാവശ്യമായിട്ട് ഇവരെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവർ ബിസിനസ് ചെയ്യുന്നവരാണ്. പല സ്ഥലങ്ങളിലേക്കും ഇവരുടെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അവർക്ക് നമ്പർ മാറ്റുന്നതിന് പരിധിയുണ്ട്. അപ്പോൾ പിന്നെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റ് നമ്പറുകളിൽ നിന്ന് നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൂടെയെന്ന്. SP ഓഫീസിൽ പോയ കാര്യം, എന്തുകൊണ്ട് അയാൾ ഇതുവരെ വരുന്നില്ല, ഈ സമയത്തും ആ വീട്ടിലേക്ക് ഒന്ന് കടന്നു വരാൻ വേണ്ടിയിട്ട് പറ്റാതായി എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. പിന്നെ ലീഗലായിട്ടുള്ള മാരേജ് ആയിരുന്നോ അതോ ലിവിങ് ടുഗദർ ആയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയെടുത്തോളം അയാൾ നന്നായിട്ട് ഒന്നാം തരം വഞ്ചിപ്പ് ചതിച്ച് വിവാഹം കഴിച്ചതാണ്. ഇനി ചതിയുടെയും വഞ്ചനയുടെ കഥകൾ പറഞ്ഞ ആൾക്ക് മനസ്സിലാവത്തില്ല, ഇവർക്ക് വിവരമില്ലേ എന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു കാര്യം, ഏറ്റവും ലളിതമായ ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയമാണ് നമ്മുടെ എലിസബത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അല്ലേ? എലിസബത്ത് ഉദയൻ, നിങ്ങൾക്ക് പലരും എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം. ആ പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി കൂടെ ജീവിപ്പിച്ചതിന് ശേഷം ഒരു സുപ്രഭാതത്തിൽ എടുത്ത് കളഞ്ഞതിന് ശേഷം ആ കുട്ടി മാരീഡേ അല്ല, നമ്മൾ തമ്മിൽ എൻ്റെ ഭാര്യ ആയിരുന്നില്ല, എൻ്റെ ഭാര്യ ഇപ്പോൾ ഇവളാണ് എന്ന് പബ്ലിക്കിലേക്ക് പറഞ്ഞ ഒരു പ്രമുഖ അണ്ണാച്ചിയുണ്ട്. ഓക്കെ. ആ അണ്ണാച്ചിയോടുള്ള സ്നേഹം കാരണം അവരുടെ കൂടെ പോയി താമസിക്കുകയും ജീവിക്കുകയും ചെയ്തതിനു ശേഷം ഒരു സുപ്രഭാതത്തിൽ തള്ളിക്കളഞ്ഞ സമയത്ത് ആ പെൺകുട്ടിക്ക് ഒരു ഭാര്യാ പദവി ഇല്ലാതായിപ്പോയി. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ കല്യാണം അമ്പലത്തിലും മറ്റുള്ള കാര്യങ്ങളും നാട്ടുകാരൊക്കെ കണ്ട കല്യാണം തന്നെയാണ്. എന്നാൽ ലീഗലായിട്ടുള്ള ഈ ഒരു കാര്യത്തിനകത്തൊരു കാര്യം പുള്ളി ചെയ്തിട്ടില്ല. അതിനുശേഷം ഇവർ പിരിയാനുള്ള സാഹചര്യം ഉണ്ടാകുന്ന തന്നെ ഇയാളുടെ മുൻ ബന്ധം മറ്റുള്ള കാര്യങ്ങളുടെ ഡീറ്റെയിൽ അടക്കം ഇവർ കാണുകയും അത് അറിയുകയും ഒക്കെ ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ ഒരു ബന്ധം വേർപിരിഞ്ഞത്. അതിനുശേഷം ഈ കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് ചില ആൾക്കാർ പറഞ്ഞു അയാളുടെ പേര് ഇതാണ്, മറ്റതാണ്, മറിച്ചാണ്. അയാളുടെ പേരൊന്നും അതല്ല. അവരെൻ്റെ അടുത്ത് ആ പേര് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഏതാണ് പേരെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം വ്യക്തവുമായിട്ട് അവർ പറഞ്ഞു. പലരും നിങ്ങൾ ഈ കുറച്ച് ആൾക്കാരെ ഇവരെ എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്യുന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഞാനവരോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് കുറച്ച് നാളുകൊണ്ട് തുടരുന്നു. ഞാൻ അപ്പോൾ ചോദിച്ചു, നിങ്ങൾ അങ്ങനെ അനാവശ്യമായി ടാർഗറ്റ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്കെതിരെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ അപവാദ പ്രചരണങ്ങൾ നടത്തുകയാണെങ്കിൽ എന്തുകൊണ്ട് ഡിഫമേഷൻ കൊടുത്തില്ല, എന്തുകൊണ്ട് നിങ്ങൾ സൈബർ സെല്ലിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ സീരിയസ്ലി അവർ പല ആൾക്കാരും പറയുന്നത് ചിലപ്പം അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു പോട്ടെ എന്നുള്ള കാര്യം സീരിയസ് ആയിട്ട് എടുക്കാത്തതാണ്. ഞാൻ പറയുന്നത് അങ്ങനെ ഒരു കാര്യം ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം ആൾക്കാർക്ക് സംശയം കൂടുകയല്ലേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു തീർച്ചയായിട്ടും അതിനുള്ള ലീഗൽ ആക്ഷൻസിൻ്റെ കാര്യങ്ങളൊക്കെ അവരത് ആലോചിക്കാം എന്നുള്ള കാര്യം പറഞ്ഞു. പിന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കാട്ടിലേക്ക് പോകുന്നതും ആദിവാസികളെ സഹായിക്കുന്നതും അടക്കമുള്ള പല കാര്യങ്ങളും അതൊക്കെ വെറുതെ ഈ പുറംപൂച്ച് മാത്രമാണോ, അതോ ഇനി ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണോ, ഇനി അതിൽ നിന്ന് എന്തെങ്കിലും വരുമാനം സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള കാര്യം അപ്പം പറഞ്ഞു. അതിനകത്ത് ഉള്ള വിശദമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതെനിക്കിവിടെ പബ്ലിക്കിലേക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. വേണമെന്നുള്ളവർക്ക് അവരുടെ നമ്പർ അവരുടെ ചാനലിൽ തന്നെ ഉണ്ട്. നിങ്ങൾ നേരിട്ട് വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ അതിനുള്ള മറുപടി വ്യക്തമായിട്ട് തരും എന്നെനിക്കൊരു ഉറപ്പാണ്.
അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ ഒരു ഫോൺ എടുത്തു സംസാരിച്ചു. എനിക്കല്ലാതെ മുൻപരിചയം ഒറ്റ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് ആദ്യമായിട്ടാണ് ഇത്രയും അധികം ആരോപണങ്ങൾ ഒരാൾക്കെതിരെ ഇങ്ങനെ കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്കത് എന്താണ് ഇതിനകത്തുള്ള വാസ്തവ സത്യങ്ങളും ശരികളും നമുക്ക് തിരിച്ചറിയണ്ടേ. അവർ ഇന്നലെ ഞാൻ ഇട്ട വീഡിയോയുടെ താഴെ വന്നിട്ട് ദീപ്തി ടീച്ചർ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തു. ആ കമൻറ്റ് ചെയ്ത ആ ഒരു കമൻറ്റിൻ്റെ താഴെ ഞാൻ കമൻറ്റ് ചെയ്തു, വേറെ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തു. അവരുടെ കമൻറ്റ് ഇന്നലാണ്. ഗുഡ് മോർണിംഗ് മൂപ്പ, അതായത് ഇന്ന് വെളുപ്പാങ്കാലത്ത് 9 മണിക്കൂറിന് മുമ്പിട്ട കമൻറ്റ്. മെഡിസിൻ അഡിക്ഷൻ കണ്ടീഷൻ, പിന്നെ നിങ്ങൾ മനസ്സിലാക്കി പറഞ്ഞ ഓരോ കാര്യവും സെയിം ഞാനും അതൊക്കെയാണ് സമൂഹത്തോട് പറയാൻ ശ്രമിച്ചത്. ഒരുപാട് പേഴ്സണൽ ഫോൺ കോൾ വന്നു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കി ഇത്രയും ആളുകൾ ടോക്സിക് അഫെയറിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു കൈ സഹായം തേടുന്നു എന്നത്. പലരുടെയും കരച്ചിൽ ഇപ്പോഴും ചെവിയിൽ കേൾക്കുന്നു. നമ്മളെപ്പോലെ കുറച്ച് പേരെയൊക്കെ ഒന്ന് മനസ്സ് വെച്ചാൽ, വേണ്ട സപ്പോർട്ട് അല്ലെങ്കിൽ ധൈര്യം കൊടുത്താൽ എത്രയോ ജീവിതങ്ങൾ രക്ഷപ്പെടും. ഹോപ്പ് യു വിൽ സേവ് എനിവൺ കെയിം ഫോർവേഡ് വിത്ത് സിമിലർ ഇഷ്യൂസ് ടു യു. അറ്റ്ലീസ്റ്റ് യു വിൽ ലിസൺ ടു ദം. വിഷിംഗ് ഹാപ്പി ഡേയ്സ് ടു മൂപ്പൻസ് ആൻഡ് ഓൾ വെൽ വിഷേഴ്സ് ക്രിറ്റിസൈസേഴ്സ് ഓഫ് മൈൻ റിഗാർഡ്സ് എന്ന് പറഞ്ഞാൽ കീപ് ഗോയിങ് എന്നുള്ള കമൻറ്റ് കൊടുത്തു. ഇതിനകത്ത് നിങ്ങൾ ഇത്രയേ ഉള്ളൂ, ദിസ് വുമൺ ഈസ് എ ലയർ. ഈ ലയർ എന്ന് പറയുന്ന ആൾക്കാർ, ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നതൊന്നുമേ അല്ല, നിങ്ങൾ ഇവരെ ലയർ എന്ന് പറയുന്ന ആൾക്കാർ നിങ്ങൾ എനിക്ക് ഡീറ്റെയിൽസ് തരൂ. അപ്പം പറയുന്നു ഇവർ എന്താണ് മുൻ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ച് ഇവരുടെ വീട്ടിലാണ് താമസിച്ചത്. ആ ഒരു പബ്ലിക്കും നാട്ടുകാരും ഒക്കെ കാണുന്ന രീതി തന്നെയാണ് താമസിച്ചിരുന്നത്. അയാളെ കൂടെ ജീവിച്ചിരുന്നത് ഈ സ്ത്രീയാണ്. ആ സ്ത്രീ പറയുന്നതിനപ്പുറം അവരുടെ കൂടെ ജീവിച്ചവരാണ് നിങ്ങൾ ആരെങ്കിലും. അപ്പം നിങ്ങൾ പറഞ്ഞു തരൂ, അതൊന്നും അല്ല സത്യം, വേറെ ഒന്നാണ് സത്യം. ഇനി ഇയാളുടെ സൈഡ് പറഞ്ഞിട്ടില്ല, ഇയാളുടെ സൈഡ് ആണ് ശരിയെങ്കിൽ ആ സൈഡ് നിന്നുള്ള വ്യക്തമായിട്ടുള്ള കാര്യം നിങ്ങൾ പറയൂ. അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ പബ്ലിക്കിന്റെ മുമ്പിലേക്ക് അവരനുഭവിച്ച കാര്യങ്ങൾ പറയുന്ന സമയത്ത് മറ്റേ സൈഡിലുള്ള ആളെ ഞാൻ നാറി എന്നൊക്കെ പറഞ്ഞ് കമന്റ് ബോക്സിനകത്ത് ഒരാൾ പറഞ്ഞു നാറി എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും സ്റ്റിൽ ആ നാറിത്തരം കാണിച്ചവന് നാറി എന്ന് തന്നെ ഞാൻ ഇപ്പോഴും പറയും. അതല്ല എങ്കിൽ അയാൾ പറയട്ടെ അയാൾ ചെയ്ത് ശരിയാണെന്ന്, അല്ലെങ്കിൽ അയാൾ പ്രൂഫ് കൊണ്ട് കാണിക്കട്ടെ പബ്ലിക്കിന്റെ മുമ്പിലേക്ക് ഈ സ്ത്രീ പറയുന്നതെല്ലാം വെറും കള്ളത്തരമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അയാൾക്ക് മുമ്പിൽ വരാൻ പറ്റത്തില്ല. അയാൾ വലിയ റിച്ച് ഫാമിലിയാണ്, ലോയലാണ്, അയാൾ വലിയ സംഭവം ആയതുകൊണ്ടാണ് അയാൾക്ക് പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയണം. നിങ്ങളുടെ ഭാഗത്തുള്ള ശരികൾ, നിങ്ങളുടെ ഭാഗത്തുള്ള നിങ്ങൾ അപമാനിക്കുന്നുവെങ്കിൽ സമൂഹ മാധ്യമത്തിലൂടെ നിങ്ങൾ അധിക്ഷേപിക്കുന്നുവെങ്കിൽ നിങ്ങൾ പറയണം. അയാളുടെ പേര് വിജയൻ എന്ന് പറഞ്ഞു, അതൊന്നും അല്ല അയാളുടെ പേര്. അയാളുടെ പേര് വ്യക്തമായിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു. ഓക്കെ, ആ ഒരു കാര്യം വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു. അത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതിനകത്ത് പബ്ലിക്കിലേക്ക് പറയാൻ പറ്റുന്നത് പറയാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. എന്തിനിടെ ഇവരെ കൊല്ലാക്കൊല ചെയ്യണം? പലർക്കും ഇവരുടെ പ്രശ്നം എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഇവരുടെ കൂടെ മറ്റേ ഈ ഡി അഡിക്ഷൻ സെന്ററിൻ്റെ അകത്ത് അയാളെ കൊണ്ടിരുന്ന സമയത്ത് ഹോം നേഴ്സായിട്ടോ സപ്പോർട്ടായിട്ടോ നിന്നൊരു വ്യക്തിയാണ് മറ്റേ കുഞ്ഞാവ എന്ന് പറയുന്ന വ്യക്തി. ആ കുഞ്ഞാവ ഇവർ വിവാഹം കഴിച്ചാണ് ഇവിടെയൊക്കെ പ്രശ്നം. കുരുപൊട്ടിയ സംഭവത്തിന്റെ പ്രധാനപ്പെട്ട റീസൺ അതാ. അതായത് കുഞ്ഞാവ എന്നുള്ള വ്യക്തി ഇവർ വിവാഹം കഴിച്ച് നമുക്കെന്താ പ്രശ്നം? കുഞ്ഞാവ സഹോദരനെ പോലെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം? കുഞ്ഞാവ ഫ്രണ്ടിനെ പോലെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊന്നും ലോകത്ത് നടക്കാത്ത കാര്യങ്ങളാണോ? അവർ ജീവിക്കുകയല്ലേ ചെയ്യുന്നത്? അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇനി അവർക്ക് ഇപ്പം നന്മ മരം കളിച്ചു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അവർക്ക് എത്രയോ എളുപ്പ പരിപാടിയുണ്ട്. അറിയാമോ? ഒരാളുടെ ഫോട്ടോ വയ്ക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും എത്ര രോഗികളുണ്ടാവും, എത്ര പേര് അവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവും. ആ രോഗികളുടെയൊക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെ പോയി എടുത്തിട്ട് അവരെ ഇത്ര രൂപ വെച്ച് സഹായിക്കൂ, നിങ്ങൾ സഹായിക്കൂ എന്ന് പറഞ്ഞാൽ എത്രയോ പെട്ടെന്ന് പ്രഗത്ഭന്മാരായിട്ടുള്ള ഈ നന്മ മരങ്ങൾ ഈ നാട്ടിലുണ്ട്. അവരവരുടെ അധ്വാനിച്ച പൈസയിലാണ് കൊടുക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, ഈ US വിദേശ രാജ്യങ്ങളിൽ നടക്കും അനവധി പൈസ വന്ന് തള്ളുന്ന അവരുടെ അക്കൗണ്ടിനെ കുറിച്ചും അതിനെക്കുറിച്ചും ഞാൻ ചോദിച്ചു. അതായത് നിങ്ങൾക്ക് വിദേശ ഫണ്ട് പോലെ ഇതുണ്ട്, നിങ്ങൾ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് പൈസ ഇതാക്കുന്നുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു അതിനകത്ത് വിദേശത്തു നിന്നുള്ള ചില ആൾക്കാരെങ്കിലും കാട്ടിനകത്തുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും കൊടുക്കാനോ ഭക്ഷണമോ വസ്ത്രമോ ഒക്കെ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി തരും. അങ്ങനെയുള്ള ആൾക്കാരുടെ അത് അവിടെ എത്തിക്കാറുണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞു. അത് ഇപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യാറുമില്ല എന്നും പറഞ്ഞു. ഇതൊക്കെ അവർ പറഞ്ഞ കാര്യങ്ങൾ. ഇത് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് അവരോട് സംസാരിച്ചത്. അവരുടെ വാക്കിൻ്റെ അകത്ത് ശബ്ദത്തിൻ്റെ അകത്ത് മൊത്തത്തിൽ ഒരു വല്ലായികയുണ്ട്. മനസ്സിലാകുന്നുണ്ട്. ആളോട് ചോദിക്കുന്നതിന് പരിധിയില്ല. അപ്പം ഞാൻ പറഞ്ഞു വളരെ ജെന്യൂനായിട്ട് ചോദിക്കുന്നതാണ്. ദയവായി എന്നോട് നെഗറ്റീവായിട്ടൊന്നും തോന്നരുത്. പലർക്കും ഇങ്ങനെ കുറേ അധികം സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ ദയവായി ദൂരീകരിക്കുക. അറ്റ്ലീസ്റ്റ് നിങ്ങൾ അധിക്ഷേപിക്കുന്ന സമയത്ത്, നിങ്ങൾ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത്, നിങ്ങളെ മോശമായിട്ട് ഇങ്ങനെ ട്രാക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അത് സൈലൻ്റായി നിന്ന് കഴിഞ്ഞാൽ, അതിനെതിരെ നിങ്ങളൊരു ആക്ഷൻ പോലും എടുക്കാതിരുന്നു കഴിഞ്ഞാൽ ആൾക്കാർ സംശയിക്കും. അതുകൊണ്ട് ആ ഒരു കാര്യം, ആ ഒരു നിശബ്ദത ആൾക്കാരുടെ ചിന്തയെ മാറ്റിമറിക്കും. ചിലപ്പോൾ ഇന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പോലും നാളെ ചോദ്യം ചെയ്തേക്കാം. അതുകൊണ്ട് അതിന് നിയമപരമായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള കാര്യം പറഞ്ഞു. അതവർ ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തു. ചില ഉദാഹരണങ്ങളൊക്കെ ഉണ്ട്. സോ അതൊക്കെ അവരോട് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരനുഭവിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളെ നമ്മൾ അവരനുഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഒരു സ്ത്രീ പബ്ലിക്കിൻ്റെ മുമ്പിലേക്കൊന്നും ഇനി മദ്യപാനിയുടെ കൂടെ ജീവിച്ചിരുന്ന എൻ്റെയൊക്കെ വീട്ടിൽ കണ്ടിട്ടുള്ളതാണ്. എനിക്ക് വീട്ടിൽ കണ്ടിട്ടുള്ള അവർ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എൻ്റെ ലൈഫിൻ്റെ അകത്ത് നമ്മളെ കണ്ടുപോയ പല കാര്യങ്ങളും, ഒരു വീട്ടിലല്ല, ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ സമൂഹത്തിൻ്റെ അകത്തൊക്കെ ഒരുപാട് വീടുകൾ കണ്ടിട്ടുള്ളതാണ്. മദ്യപാനിയുടെ കൂടെയൊക്കെ ജീവിക്കുന്ന സ്ത്രീകളുടെ കാര്യം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അവരനുഭവിക്കുന്ന ട്രോമ നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കുട്ടികളും കണ്ണീരും അല്ലെങ്കിൽ ഒരു സന്തോഷമില്ലാത്ത ചത്ത ശവം പോലെ ജീവിക്കുന്ന കുറേ അധികം ജന്മങ്ങൾ നമുക്കിടയിൽ ഇപ്പോഴും ഉണ്ട്.
ഓക്കെ, ഞാൻ ആണ് പെണ്ണ് ഭേദം വെച്ചിട്ടുണ്ട് ഞാൻ വീഡിയോ ചെയ്യുന്ന ഒരാളെന്നല്ല, പെണ്ണുങ്ങൾക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ ആണുങ്ങൾക്ക് വേണ്ടി മാത്രം അങ്ങനെയൊന്നുമില്ല. എൻ്റെ മുമ്പിൽ ശരി, ആ ശരിക്ക് വേണ്ടി സംസാരിക്കുന്നതാണ് എനിക്കിഷ്ടം. ഈ സ്ത്രീ സത്യം പറഞ്ഞാൽ ഇവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ കൂടെ ജീവിക്കുന്ന അല്ലെങ്കിൽ കുഞ്ഞാവയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നല്ല സന്തോഷ നിമിഷങ്ങളൊക്കെ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് പങ്കുവയ്ക്കുമ്പോൾ ആ പങ്കുവയ്ക്കുന്നത് പോലും ചിലർക്ക് ഹേർട്ടാവുന്നു, ചിലർക്ക് വേദന തോന്നുന്നു, ഇവരുടെ വെറുപ്പ് തോന്നുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ ജീവിതമാണോ അത്? അത് അവരുടെ ജീവിതമല്ലേ, അവരല്ലേ ജീവിക്കേണ്ടത്. നമുക്ക് വേണ്ട, കാണണ്ട. നിങ്ങൾക്ക് താല്പര്യമില്ല, കാണാതിരിക്കൂ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കാണൂ. ഇപ്പം എൻ്റെ ചാനലിൽ അതൊന്നിട്ട് നിൻ്റെ വീഡിയോ കാണാൻ താല്പര്യമില്ല എന്ന് പറയുന്നതിനെക്കാട്ടി കാണാതിരിക്കുന്നില്ലേ ബെറ്റർ? ഓക്കെ, പക്ഷേ എന്നെ കാണുന്നവർക്കും എന്നെ ഇപ്പോൾ വിമർശിക്കുന്നവരുടെ വിമർശനം പോലും ഞാൻ ഏറ്റെടുക്കുന്ന ഒരാളാണ്. വിമർശനങ്ങളൊക്കെ പല സമയങ്ങളിലും ചില വിമർശനങ്ങളൊക്കെ ചില തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച സമയത്ത് ക്ഷമ പറഞ്ഞിട്ടുള്ള ആളാണ്. അതുകൊണ്ട് എൻ്റെ വ്യൂവേഴ്സിൻ്റെ അകത്ത് രണ്ട് സൈഡ്, അഥവാ എന്നെ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും ഞാൻ ബഹുമാനിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ അനാവശ്യമായിട്ട് അധിക്ഷേപം വന്നു കഴിഞ്ഞാൽ അതിനായിട്ടുള്ള കാര്യങ്ങൾ ലീഗലായിട്ട് പോകുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. അതിനെ ഒരു നിമിഷം പോലും വെച്ചുകൊണ്ടിരിക്കത്തുമില്ല, അത് വേറെ കാര്യം. അതുകൊണ്ട് ഇവിടെ ഈ ടീച്ചർ ആ ഒരു കാര്യത്തിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് എത്തിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് കാണാം, അത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. അവർ അധിക്ഷേപിക്കുന്ന ആൾക്കാർക്ക് മറുപടിയായിട്ടും മറ്റുള്ള കാര്യങ്ങളായിട്ട് ചിലപ്പോൾ അവർ തന്നെ വരും. ഇന്ന് വിദ്യ ഹസ്ബൻഡ്സ് നെയിം ഈസ് അരുൺ സാമുവൽ എന്നൊക്കെ പറഞ്ഞിട്ട്, ഈ അരുൺ സാമുവൽ അല്ല അദ്ദേഹത്തിൻ്റെ പേര്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, ഈ പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ഇവർ നിങ്ങൾ എനിക്ക് ഡീറ്റെയിൽസ് തരൂ. ആളുടെ പേര് വിജയ് എന്നാണ് പറഞ്ഞത്, അരുൺ സാമുവൽ എന്നാണ് വേറൊരാൾ പറഞ്ഞത്. വിജയ് അല്ല, അരുൺ സാമുവൽ എന്നാണ് പറഞ്ഞത്. ഓക്കെ, അവർ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഒരാളുടെ പേര് പറയുന്നു. ഇപ്പം അയാൾ തന്നെ പറഞ്ഞതിനകത്ത് ഈ ഒരു കാര്യങ്ങളൊന്നും വീഡിയോയിൽ പറഞ്ഞേക്കരുത് എന്ന് അയാൾ വാൺ ചെയ്തു. അതിന് ശേഷമാണ് അവരൊന്ന് വീഡിയോ ചെയ്തത്. അതായത് ഇവർക്ക് ഈ കാര്യം നിർത്താൻ പറ്റുന്നില്ല, ഇയാൾ പല രീതിയിൽ ഇവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക, അത് നിർത്താൻ പറ്റുന്നില്ല. അപ്പം ഇത് വീഡിയോയിൽ പറഞ്ഞു കളയരുതെന്ന് കാര്യം അയാൾ റിക്വസ്റ്റ് ചെയ്ത സമയത്ത് ആ ഒരു കാരണം കൊണ്ടാണ് വീഡിയോയിൽ മെൻഷൻ ചെയ്തത്. ഇനി അത് കടന്നു പോയി കഴിഞ്ഞാൽ വീട്ടിൽ പബ്ലിക്കാക്കി മാറ്റും. പബ്ലിക് ആവാൻ അയാൾ ആഗ്രഹിക്കുന്നില്ല. അയാൾക്ക് പബ്ലിക്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ വരുന്നത് അയാൾക്ക് പേടിയാണ്. അയാൾ മദ്യപാനവും മറ്റുള്ള കാര്യങ്ങളുമായിട്ട് ഇപ്പോൾ നടക്കുക. അല്ല, ഇതൊന്നുമല്ല അയാളുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ നിങ്ങൾ പറ. അയാൾ പറയാതെ പിന്നെ എങ്ങനെ അറിയും? അല്ലെങ്കിൽ അയാൾ അറിയുന്നവർ പബ്ലിക്കിലേക്ക് പറ. ഇനിയിപ്പോൾ അറ്റ്ലീസ്റ്റ് ഞാനിപ്പോൾ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ, എൻ്റെ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ഇട്ടല്ലോ, നിങ്ങളുടെ പ്രൂഫ് ഉണ്ടോ? നിങ്ങളെൻ്റെ അടുത്ത് നിന്ന് പറ. നിങ്ങളെല്ലാം പറഞ്ഞു അവരുടെ സഹോദരനെ പോലെ കണ്ടു. ഇടീ, സഹോദരനെ പോലെ കണ്ട ഒരാൾ പിന്നീട് ഒരു ജീവിത പങ്കാളിയായിട്ട് മാറി. അയാൾ എന്തായാലും സ്വന്തം ചോരയൊന്നും അല്ലല്ലോ, ഒരു ഫോർബിഡൻ സെറ്റപ്പ് ഒന്നും അല്ലല്ലോ, അവരുടെ സ്വന്തം ചോര അല്ലല്ലോ. സഹോദരനായിട്ട് കണ്ടു, അവരുടെ ജീവിതത്തിൻ്റെ അകത്തുള്ള വീഴ്ചകൾ മറ്റുള്ള കാര്യങ്ങൾ നേരിട്ട് കണ്ട ഒരാൾ, ആ കണ്ട ഒരാളിന് ചിലപ്പോൾ അവരെ സംരക്ഷിക്കാനും കൂടെ നിൽക്കാനും അവരുടെ ലൈഫിൻ്റെ അകത്തൊരു പാർട്ണർ ആവാനും ചിലപ്പോൾ തോന്നിക്കാണും. അതിനിപ്പോൾ എന്താ തെറ്റിരിക്കുന്നത്? ഒരു സ്ത്രീ അങ്ങ് വീണാൽ അത് അവർക്ക് ചവിട്ടി കൂട്ടുക എന്നുള്ളൊരു പരിപാടി അത്ര നല്ലതല്ല, സീരിയസ്ലി ശരിയല്ല. അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഓരോരുത്തരുടെയിലും അവരെക്കുറിച്ച് അവർ പറയുന്നത് തെറ്റാണെന്നുള്ള പ്രൂഫ് വെച്ച് നിങ്ങൾ പറ. ഇവരിങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതിനകത്ത് എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഒന്ന്, ഇവർ ഈ കുഞ്ഞാവ് എന്നുള്ള വ്യക്തിയെ നേരത്തെ സഹോദരൻ എന്ന് പറഞ്ഞു, പിന്നെ വിവാഹം കഴിച്ചു. അതിലെ തെറ്റെന്ത്? ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്താണ്, ഈ പറഞ്ഞ മറ്റേ വ്യക്തിയുടെ സൈഡും കൂടെ നമ്മൾ കേൾക്കണ്ടേ? അത് അയാളെ പറയാതെ നമ്മൾ എങ്ങനെ അറിയും? അല്ലെങ്കിൽ നിങ്ങൾ പറ, അല്ലാതെ എങ്ങനെ അറിയും? ഇനി അവർ ചെയ്യുന്നതിനകത്തുള്ള മറ്റേ നന്മ മരം കളിക്കുന്നു, മറ്റേ ചാരിറ്റി നിർത്തുന്നു, അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചു, ഈ ചാരിറ്റി പരിപാടികൾ, നിങ്ങൾ ഈ സഹായിക്കുന്ന പരിപാടികളൊക്കെ, അപ്പോൾ പറഞ്ഞു ഞാൻ മുട്ട വിറ്റും അല്ലെങ്കിൽ ഞാൻ യൂട്യൂബിൻ്റെ റവന്യൂ ഉണ്ടാക്കിയും ഒക്കെ ചെയ്യുന്ന സംഭവത്തിൻ്റെ അകത്ത് എൻ്റെ സ്വന്തം കയ്യിലെ കാശ് മുടക്കി ഞാൻ ചെയ്യുന്ന കാര്യം, ഇതിനകത്ത് എനിക്ക് ഒരുപാട് പണി കിട്ടിയിട്ടുണ്ട്, അത് പബ്ലിക്കിലേക്ക് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന എനിക്ക് വേണ്ടാന്ന് തോന്നി ഞാൻ നിർത്തും. അവരുടെ സ്വന്തം പൈസ കൊണ്ട് ചെയ്യുന്ന കാര്യം നിർത്തണമെന്ന് അവർക്ക് തീരുമാനിച്ചുകൂടെ? അവർക്ക് ഇപ്പോൾ എല്ലാം സൗഭാഗ്യമായി അതുകൊണ്ട് നിർത്തി എന്നൊക്കെ പറയുന്നു. എന്തിന്? ഈ പറയുന്ന ആരെങ്കിലും 10 പൈസയുടെ സഹായം എല്ലാവരും ചെയ്യാതിരിക്കുന്നില്ല, എന്നെ വിമർശിക്കുന്നവർ പോലും ചിലപ്പോൾ ചെയ്യുമായിരിക്കും. പക്ഷേ ബഹുഭൂരിപക്ഷം ഈ കമൻറ്റ് ചെയ്യുന്നവർ ചെയ്യത്തില്ല. നല്ല വിമർശനങ്ങളുണ്ട്, അവർക്കെതിരെയുള്ള നല്ല വിമർശനം. പക്ഷേ അധിക്ഷേപങ്ങൾ അത് ഭയങ്കര മോശമാണ്, അത് അംഗീകരിക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവരുടെ എക്സാക്ട് ഉദാഹരണം വേണമെങ്കിൽ അവരാ ലൈഫിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട, അയാളെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോഴും അയാൾ വിവാഹം കഴിക്കാൻ തയ്യാറാവാത്ത മനുഷ്യനാണ്. അല്ലെങ്കിൽ ഇയാളതൊക്കെ പറയട്ടെ, വിവാഹം കഴിച്ചിട്ടില്ല, ഇവരുടെ വീട്ടിലും ഇയാളുടെ ജോലി സ്ഥലത്തേക്കൊക്കെ പോയി അയാളുടെ ഒരുപാട് കാര്യങ്ങൾ അതിനടുത്ത് പറഞ്ഞു. അത് ശരിയല്ലെങ്കിൽ അയാൾ പറയട്ടെ. സോ അവർക്ക് പബ്ലിക്കിലേക്ക് അത് പറയാനുള്ള റീസൺ പോലും ഇയാൾ തന്നെ പറഞ്ഞൊരു കാര്യമാണ്, പബ്ലിക്കിലേക്ക് ഇത് പറയരുത് എന്ന്. അതുകൊണ്ടാണ് പബ്ലിക്കിലേക്ക് പറഞ്ഞത്. കാരണം അല്ലാതെ അവർക്ക് നിവൃത്തിയില്ല. ഇയാളുടെ ശല്യം അത്രയും രൂക്ഷമാണ്. മറ്റൊരു ജീവിതത്തിലേക്ക് പോയതിനു ശേഷം വീണ്ടും ഇനി ഇതല്ല അയാളുടെ അതർ വെർഷൻ, ഇവർ ലയറാണ്, ഇവർ കള്ളിയാണ്, ലോക കള്ളിയാണ്, ഭൂലോക ഫ്രോഡാണെന്ന് പറയുന്നവർ നിങ്ങളുടെ കയ്യിലുള്ള തെളിവുകൾ പറയുക. ഞാൻ അവരോട് സംസാരിച്ച കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരടുത്ത് പറഞ്ഞു, ഈ പറയുന്ന നിങ്ങൾ അധിക്ഷേപിക്കുന്ന ആൾക്കാർക്കെതിരെ നിങ്ങൾ നിയമ നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ സത്യം പറഞ്ഞ ആൾക്കാർ നിങ്ങളെ സംശയിക്കും എന്നുള്ള കാര്യം അടിവരയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യവും അവർ ചെയ്യും. അതൊക്കെ വഴിയെ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന കാര്യമാണ്. ഞാൻ അതിനെക്കുറിച്ചൊന്നും തൽക്കാലം കൂടുതലൊന്നും പറയുന്നില്ല. സോ വെറുതെ ഇങ്ങോട്ട് ഒരാളെ കൊല്ലാക്കൊല ചെയ്യാതെ, നമ്മളൊക്കെ വീട്ടിൻ്റെ അകത്തുള്ള സ്ത്രീകളൊക്കെ അനുഭവിച്ചതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ ജീവിച്ചു പോട്ടെന്ന് നമ്മളെ ശല്യപ്പെടുത്തുന്നുണ്ടോ? സീതത്തോട് നിവാസികൾക്കറിയാം, അവരുടെ ചുറ്റുപാടുള്ള ആൾക്കാർക്കറിയാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ സീതത്തോട് ഈ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ,
ഇവർ പറഞ്ഞതിനകത്ത് ഇവർ നിങ്ങളുടെ നാട്ടിലുള്ള ഭൂലോക ഫ്രോഡാണോ, കള്ളിയാണോ, മോശപ്പെട്ട സ്ത്രീയാണോ, നിങ്ങൾ അവരുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ട് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഞാൻ അത് പിൻ ചെയ്ത് വയ്ക്കാം. അതൊക്കെ അല്ലേ ചെയ്യേണ്ടത്? ഇതൊന്നും അറിയാത്തവരിൽ എവിടേക്കോ ലോകത്തിൻ്റെ ഇവിടെ പല ഭാഗത്തിരിക്കുന്നവർക്ക് ഒരാളത്ത് വെറുപ്പ് തോന്നി. ആ വെറുപ്പ് തോന്നിയോണ്ട് അയാളുടെ സന്തോഷ നിമിഷങ്ങൾ പങ്കുവയ്ക്കുന്ന സമയത്ത് അവരെ കൊല്ലാക്കൊല ചെയ്യണമോ? ദിസ് ഈസ് മൈ ക്വസ്റ്റ്യൻ. നമ്മൾ ജീവിക്കണം, മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കണം. മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ അകത്ത് നമ്മൾ കൈകടത്താതിരിക്കണം. നമ്മുടെ ജീവിതം നമ്മൾ ജീവിക്കുക, അവരുടെ ജീവിതം അവർ ജീവിക്കട്ടെ. സോ ഭയങ്കര സാഡാണ്. അവരോട് സംസാരിച്ചപ്പോൾ കുറച്ച് നേരം സംസാരിച്ചെങ്കിലും ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ ചോദിച്ചു, ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഓക്കെ, അവിടെ കാട്ടിനകത്തുള്ളൊരു പെൺകുട്ടിക്ക് സംഭവിച്ച കാര്യങ്ങൾ, അതിൻ്റെ പിന്നാലുള്ള പരിപാടികൾ ഒക്കെ അവർ സംസാരിച്ചു. അവർക്ക് അതിനുശേഷം വന്ന ശത്രുതകൾ, പ്രശ്നങ്ങൾ, അവർക്ക് നിസാരമാണ് ഇതൊക്കെ വിട്ടിട്ട് ചുമ്മാ പോയിരിക്കാൻ. അവർ യൂട്യൂബിൻ്റെ അകത്ത് പോയിട്ട് അവർ ഹസ്ബൻഡുമായിട്ട് കാണുന്നവർ കണ്ടാൽ ചുമ്മാ വേണ്ടിയിട്ടുണ്ടിരുന്നത്. ഇങ്ങനെ ആൾക്കാരെ സഹായിക്കേണ്ട ഒരു കാര്യമില്ല. അവർക്ക് കുറേ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അവരത് എടുത്തു വെച്ചിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. അതുകൊണ്ട് അതുമായിട്ട് മുന്നോട്ട് തന്നെ അവർ പോകുന്നതാണ് പറയുന്നത്. സോ ബാക്കി കുറേ ആൾക്കാർ ഇങ്ങനെ അവരെ ചൊറിഞ്ഞിരിക്കുന്നവർക്കെല്ലാം ഇനി പണി കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നേ ഉള്ളൂ. എനിക്ക് അത്രയും മാത്രമേ തൽക്കാലം പറയാനുള്ളൂ. ബാക്കിയെല്ലാം വഴിയെ കണ്ടോളൂ. അല്ലെങ്കിൽ മറ്റേ സൈഡുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയാനുണ്ടെങ്കിൽ എന്നോട് പറയൂ. അല്ലെങ്കിൽ നിങ്ങൾ പബ്ലിക്കിലേക്ക് അയാളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി പറയിക്കൂ. സോ ദാറ്റ്സ് ഓൾ. സോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്. ബൈ. ടീച്ചറെ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങൾ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ബൈ.